ഇന്ത്യ അതിർത്തിയിലടക്കം നടത്തുന്ന കൊലപാതകങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന് ഒഫീഷ്യലായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് MD തൗഹീദ് ഹുസൈൻ. ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഇന്ത്യ അതിർത്തിയിലുടനീളം നടത്തുന്ന കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. ഒരുപക്ഷെ ഇത് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ ഡാം തുറന്ന വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹം ഇത്തരത്തിലൊരു സൂചന നൽകിയതെന്നാണ് കരുതുന്നത്. കാരണം ഈ തിയറിക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ ഓട്ടം ഉള്ള സമയം കൂടിയാണ്. അതുകൂടാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. 10 ലക്ഷത്തോളം റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിലായി അഭയം പ്രാപിച്ചിട്ടുണ്ട്. അവർക്ക് പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ, അതായത് മ്യാൻമാറിൽ അവർക്ക് പുതിയൊരു സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം രൂപപ്പെടും എന്നുള്ളതാണ് ബംഗ്ലാദേശ് മുൻപ് മുതൽ പറയുന്നത്. അത് രൂപപ്പെടുന്നവരെ അവരെ സംരക്ഷിക്കണം. അതായത് ബംഗ്ലാദേശികൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം. അവരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം എന്ന് തന്നെ പറയുന്നു. ഏതായാലും ഒഫീഷ്യലായി തന്നെ വേണം നമുക്ക് ഈ ഒരു പ്രസ്താവന കാണുവാനായിട്ട്. കാരണം ഇത് ഈ ഇടക്കാല സർക്കാരിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവാണ് MD തൗഹീദ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒഫീഷ്യലായിട്ട് തന്നെയുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. അതല്ലാതെ അവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്ന പ്രസ്താവനയല്ല. ഏതായാലും അതിർത്തിയിൽ ഈ വെള്ളപ്പൊക്കത്തിന് മൂലമുള്ള ആ കൊലപാതകമാണോ അതോ അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നവരെ അതിർത്തി സേന വെടിവെച്ച് കൊല്ലുന്നതാണോ എന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.